എടാ ചായ കുടിച്ചോ? ഇല്ലടി. എന്നോട് ചോദിക്കൂലേ? അല്ലെങ്കിൽ ഇപ്പൊ എന്നോട് സ്നേഹമില്ലല്ലോ. ചായ കുടിച്ചോ മുത്തേ? കുടിക്കു മട്ടേന്, നീ എന്നാ പെണ്ണുവേ? എവിടെ നിന്റെ മാസാട്ടൻ? ഹലോ. അതെ, വളച്ചിട്ടില്ല. ഞാൻ കാര്യം പറയാം. ഇത് വീട്ടുകാർ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻസ് അല്ല, എനിക്ക് ഇത് പറ്റത്തില്ല, സമ്മതിച്ച് തരത്തില്ല. ഓക്കെ, നീ മനസ്സിലായ കാര്യം പറയാം. ഒരു മിനിറ്റ്. ഹലോ, കിട്ടിയാ? ഒരു കാലിലൊടുക്കി. ആ പിടിച്ചോ. ബാക്കി കയ്യും കൂടെ അടിച്ചു. ആ ഇപ്പൊ 5 മിനിറ്റ്. ആ ലോക്കലിട്ടോ. ശരി എന്നാ. ഓക്കെ. എന്താ ജോലി? കോൺസ്റ്റബിൾ ആയിരിക്കും. ഞാൻ നാളെ ഞായറാഴ്ച അച്ഛനെ എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിരിക്കും. ഞാനും. അപ്പൊ വീട്ടിൽ വന്ന് നമുക്ക് സംസാരിക്കാം. ശരി, നിങ്ങളെ എന്നിട്ട് സംസാരിച്ച് നിൽക്കുക കേട്ടോ. ഞാനൊന്ന് ഫോൺ ചെയ്ത് തരാം. ചേട്ടാ, സിംഗിൾ ലൈഫാണോ കമ്മിറ്റഡ് ലൈഫാണോ മാസ്? എന്താ സംശയം? സിംഗിൾ ലൈഫാണ് മാസ്, എന്നെ പോലെ. ഇപ്പോഴെനിക്ക് സമാധാനായി. എന്താ മോളെ കാര്യം? ഒന്നുമില്ല, എന്റെ ക്ലാസ്സിൽ അനുഭവിക്കുന്ന ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? എന്റെ ചേട്ടൻ ഇമ്മതിരെ തൊലിഞ്ഞ പ്രേമൊന്നും ഇഷ്ടമല്ലെന്നും അവന് കട്ട സിംഗിൾ ആയിരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. പൊളിച്ചില്ലേ? ഞാനിപ്പോ വീഴുമായിരുന്നു. നമ്മൾ അരിശേരിക്കാർ പറഞ്ഞില്ല, ഒറ്റ ഞാനിപ്പോ ബൂണ്ട് കൊടുക്കും. നിങ്ങളെനിക്ക് കിഞ്ഞില്ല, പറഞ്ഞുകൊടുക്കുന്നത് ഇറങ്ങുമെന്ന് അല്ല മനസ്സിലാക്കണം. 6 വർഷം എനിക്ക് വണ്ണാമ്പലായിരിക്കണം. ഓ മനുഷ്യ, ചെലഞ്ച് വല്ല സ്പൈഡർനെറ്റ്. ഞാൻ ഇത് വേഗം പോയിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കിഞ്ഞു പോകും. നിങ്ങളെ കാത്തിക്കൊന്നു சிங்கள் பசங்க இப்ப நீங்களாக வந்து தாஜ்மஹால் கட்டறதுக்கு செங்கல் போட்டு. My wife hit with the bottle. Oh my god. Yeah, when I saw his blood and പൊന്നാളെ അപ്പത്തന്നെ ഞാൻ തലയിറങ്ങി നിലത്ത് പിന്നെ വല്ലതും. Actually she is a psychic. നിന്റെ കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. നിന്റെ എല്ലാ കളി നിന്റെ എല്ലാ കളി മനസ്സിലായോ? നീ ഇവിടെ സിംഗിൾ പസംഗ സിംഗിൾ പസംഗ സിംഗിൾ പസംഗ. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അതില്ലേ, ഇന്ന് എന്റെ എക്സിന്റെ ബർത്ത്ഡേയാ. നല്ല ഓർമ്മശക്തിയാണല്ലോ. എന്റെ ബർത്ത്ഡേ എപ്പോഴാ? സെപ്റ്റംബർ 12 അല്ലേ? എന്ത്? 11. അതൊക്കെ പോട്ടെ, നമ്മുടെ കല്യാണം ഡേറ്റ് എപ്പോഴാ? ഒക്ടോബർ. ഡേറ്റോ? ആദ്യത്തെ ഞായറാഴ്ച. എന്റെ മനുഷ്യന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? അച്ഛല്ലേ. ഓ, വളരെ ഉപകാരം. മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക. കുറച്ച് ഞാൻ 12ലേക്ക് എടുത്തു. പിന്നെ വൈകിട്ട് 5 മണിക്ക് തേപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിൽ പോവാം. അതാണ് എന്റെ വണ്ടി. എന്റെ വണ്ടി തന്നെയാ അത്. എന്റെ അല്ല, മൊലാളിന്റെ. മൊലാളിന്റെ ആണ്, ഇന്ത്യയാണ് മൊലാളിന്റെ ആണ്. ഈ കല്യാണം കഴിച്ചതാ? കുട്ടികളുണ്ടോ? 5 എണ്ണം. അതാരതാ? മൊലാളിന്റെ. അല്ല, അത് ഇന്റെ സ്വന്തം. ഓ